ആ സമയമായാൽ പിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, അളയാ ഞാൻ എന്തായാലും പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ അവര് പറഞ്ഞു, എടാ നോക്കടാ, നല്ല നമ്മളെ ഷാനവാസിന്റെ കല്യാണത്തിന് പോയപ്പോ കണ്ടായിരുന്ന പെണ്ണിന്, ഓ അതാടാ പെണ്ണ്, അന്വേഷിക്കളയോ, നോക്കണം, കുറേ നോക്കണം, ഒരുപാട് കാണണം, കണ്ടിട്ട് അവസാനം സെലക്ട് ചെയ്യണം ഒന്ന്. അതാണ് നമ്മൾ ആ വിഷയത്തിൽ തോറ്റുപോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ട്, പാവപ്പെട്ട പെണ്ണുങ്ങളെ വീട്ടിൽ പോയിരുന്ന് പെണ്ണ് കണ്ട് കൂട്ടുകാരിങ്ങനെ പുതിയാപ്പിള ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കൂട്ടുകാരിങ്ങനെ നല്ലവരെ നോക്കും. എന്നിട്ട് യവൻ ചോദിക്കും, അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ ആക്കിയാൽ കല്യാണം ഓക്കെ, കൂട്ടുകാരാക്കണം, ഇല്ലെങ്കിൽ നടക്കൂല, ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല, അത് പൊളിഞ്ഞത് തന്നെ. ഇറങ്ങിയിട്ട് പറയും, പെണ്ണിന് മൂക്ക് നീണ്ടുപോയി, അതുപോലെ മുടി കുറവാണ്, മുടി ഇങ്ങ് കാലിൽ തട്ടണം എന്നൊക്കെ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞ് തിരിച്ചു. അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ കണ്ടു. ഈ മംഗലാപുരം ഭാഗത്തൊരു സഹോദരൻ അങ്ങനെ പാവപ്പെട്ട ഒരുപാട് പെണ്ണിനെ കണ്ടു. ഗ്ലാമർ പോരാന്നൊക്കെ പറഞ്ഞ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മാറി അവസാനം ഇഷ്ടപ്പെട്ട ഗ്ലാമറൊക്കെ ഒന്നിനെ കിട്ടി. സുബ്ഹാനല്ലാഹ്, അതിന്റെ കോലം എന്തെന്നറിയും. അതാ ഗ്ലാമർ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെരുപ്പെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ കൂസി വെള്ളം കൊണ്ടുവയ്ക്കും. പശുവിനെ അഴിച്ചു വിടാൻ പറഞ്ഞാൽ വാപ്പാക്ക് തൈലിട്ട് ഇടയിൽ കൊടുക്കുക ജോലി. നല്ലതുപോലെ ചെവിയും കെട്ടുകൂടെ സ്ഥിരബുദ്ധിയില്ല. വല്ലാഹിയൊക്കെ ഞാൻ പറയാം, ഇന്നും ആ സഹോദരൻ സങ്കടത്തില്ല. സ്ത്രീധനവും അച്ചാരവും നാട്ടിൽ കിട്ടാവുന്നതിനപ്പുറമാണ് വാങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാം? സോലിഹത്തായ പെണ്ണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സോലിഹത്തായ ഒരു പെണ്ണിനെ നിനക്ക് അല്ലാഹു തന്നാൽ അത് ഏറ്റവും വലിയ പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ എന്ത് സുഖമാണ്. സ്ഥലത്ത് യാത്ര പോകുമ്പോഴും ഭാര്യയെ വിളിക്കുമ്പോ ആ സംസാരം കേൾക്കുമ്പോ എന്ത് സന്തോഷമാണ്. വീട്ടിലേക്ക് വരുമ്പോ തന്റെ പ്രിയതമയെ കാണുമ്പോൾ എത്ര റാഹത്താണ്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സങ്കടമില്ലാതെ, പണക്കുറവുണ്ടെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എല്ലാം തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുടെ അടുപ്പം കൊണ്ട് മാറിപ്പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ വഖൈറു മതാഇ ദുനിയാ അൽ മർഅതു സ്വാലിഹാ. ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള നിധി ഏതെന്നറിയുമോ? ദുനിയാവിൽ എത്ര വില കൊടുത്താൽ കിട്ടാത്ത നിധി ഏതെന്നറിയോ? ആരംഭപ്പൂവായ നബിതങ്ങൾ തന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് ലോകത്തെ പഠിപ്പിക്കുന്നു, അൽ മർഅതു സ്വാലിഹാ, അത് സ്വാലിഹത്തായ പെണ്ണാണ്. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ എന്റെ പ്രിയപ്പെട്ടവര്? പർദ്ദയിടുമ്പോ എന്ന് നബിതങ്ങൾ പറഞ്ഞില്ല, തലമറയ്ക്കുന്നവളെന്ന് നബിതങ്ങൾ പറഞ്ഞില്ല. പിന്നെയോ ഇദാ നളറ ഇലൈഹാ സറത്തുഹാ, ആ പെണ്ണിന്റെ മുഖത്തേക്ക് അവനങ്ങ് നോക്കുമ്പോ അവന് വല്ലാത്ത സന്തോഷം വരികയാണ്. ആ പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോ അവന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം വരികയാണ്. ഇടം മറക്കുന്നു, കടക്കടി മറക്കുന്നു, കറ്റപ്പാട് മറക്കുന്നു, ദുഃഖവും ദുരന്തവും ദുരിതവുമില്ല പാടേ പറന്നകലുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മുമ്പ് നിൽക്കുന്ന ഭാര്യയുടെ മുഖം കാണുമ്പോ സങ്കടം മറക്കുന്ന ഭർത്താക്കന്മാർ ഈ ചുറ്റുമൂലയുടെ പരിസരത്തുണ്ടോ? പ്രയാസം കാരണം വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ ഭാര്യയുടെ മുഖം കാണുമ്പോ എല്ലാ സങ്കടങ്ങളും മറന്നുപോയി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഈ മജ്‌ലിസിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, വലിയ കഷ്ടപ്പാടാ. പണത്തിന്റെ പിന്നാലെ, സുഖത്തിന്റെ പിന്നാലെ, ആഡംബരത്തിന്റെ പിന്നാലെ പേ പിടിച്ച നാരകളെ പോലെ പരക്കം താഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായത്തിന്റെ പിന്തിരികൾ ഇന്ന് അഹങ്കാരത്തിന്റെ മൂർത്തിഭാവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട്, നോട്ടുകെട്ടുകളെ കൊണ്ട്, ഐഹീലിന്റെ ചെരിപ്പിട്ടുകൊണ്ട്, നെറ്റിന്റെ ചെറുതാറിട്ടുകൊണ്ട് കരിനാഗപ്പള്ളിയിലും ചുറ്റുമൂലയിലും കാമുകന്മാരുടെ പിന്നാലെ പറവകളെ പോലെ പറന്നു നടക്കുമ്പോ കുടുംബജീവിതത്തിന്റെ ഗൗരവം തകർത്തടുക്കിക്കളഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ പരലോകത്തുണ്ടല്ലോ
ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഭർത്താവിന്റെ പൊരുത്തക്കേടോടുകൂടി മരിച്ച ഒരു പെണ്ണിന്റെ ഒരു നന്മയുടെ പ്രതിഫലം പോലും അല്ലാഹു തരുമെന്ന് കരുതണ്ട. നീ ഹോർലിന്റെ വെറുതെ ഇട്ടാലും ലാമിയാടെ വെറുതെ ഇട്ടാലും നീ ഏത് വെറുതെ ഇട്ടാലും എത്ര മനോഹരമായി തലമറച്ചാലും ഏത് അതിന്റെ സരസിൽ വന്ന് കള്ളക്കണ്ണീരൊഴുക്കിയാലും പെങ്ങളെ, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ നൊമ്പരമറിയാറ് പാതിരാ സമയത്ത് ടെറസിന്റെ മുകളിൽ ഇളം തെന്നലേറ്റുകൊണ്ട് മൊബൈലിലൂടെ കാമുകന്മാരോട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സമയം കളഞ്ഞ പെണ്ണ്, നീ മരണപ്പെടുന്നത് മുതല് അവിടെ അങ്ങോട്ട് പിന്നെ നരകത്തിന്റെ ചൂടാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഭാര്യയും ഭർത്താക്കന്മാരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. വിവാഹ ജീവിതമെന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ഇന്ന് വിപണിയിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ പ്രസിദ്ധീകരണങ്ങൾ. ഒരുപാട് രാഷ്ട്രദീപിക, സിനിമ, നാനാവാരിക, വെള്ളി നക്ഷത്രം പോലെയുള്ള സിനിമാ വാരികകൾ, അതുപോലെ മനോരമയും മംഗളവും മറ്റ് ആഴ്ച പതിപ്പുകൾ, ഇതെല്ലാം എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സിനിമാ ലോകത്തിന്റെ ചർച്ച. മഴപൊടിയാണോ? തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഈ ആഴ്ച എന്ന് നിൽക്കൂലെന്ന് തോന്നുന്ന മഴയാ, ഭയങ്കര മഴ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വിളിച്ച് ചോദിച്ചു വരട്ടെ വരട്ടെ എന്ന്. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ മഴയില്ലാന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ മഴ ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നിയിട്ട് ആ ഭക്ഷണം പോലും കഴിക്കാതെ വന്നു പറഞ്ഞാൽ ഞാൻ കയറിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉള്ള സ്ഥല സൗകര്യത്തിൽ എല്ലാവരും ഒതുങ്ങിയിരിക്കുക. അള്ളാഹു നമുക്ക് അന്തരീക്ഷം അനുകൂലമാക്കി തരട്ടെ. വലിയ മഴയാ, കൊല്ലം ചവറ ഭാഗം വരെയും വലിയ മഴയും ഇടിയും മിന്നലും ഒക്കെ. ഒരുപാട് വൃക്ഷങ്ങളൊക്കെ പുഴുതു വീണു എന്ന് വരെ പലരും വിളിച്ചു പറഞ്ഞു. അള്ളാഹു നമ്മുടെ അന്തരീക്ഷം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ദുആ ചെയ്യാൻ മാത്രമേ പറ്റൂ, ബാക്കിയൊക്കെ റബ്ബിന്റെ കയ്യിലാണ്. ഏതായാലും വിഷയത്തിലേക്ക് മടങ്ങി വരാം, ഉള്ള സമയം നമുക്ക് പാഴാക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിക്കാഹ് വെറും ഒരു കളിതമാശയല്ല. നമ്മൾ കരുതുന്ന പോലെ ഇതിനകത്ത് സിനിമാ നടന്മാരും നടികളും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന നടിയെ ഒരു സിനിമാ നടൻ വിവാഹം കഴിച്ചാൽ അവരുടെ കുടുംബജീവിതം സമാധാനപരമാണ് എന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്. അതെങ്ങനെയാണ് കഴിയുക? സമാധാനമായിട്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കി. കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. സിനിമാ ലോകം പോട്ടെ, ആൽബം ഉണ്ടല്ലോ, ആൽബം നമ്മുടെ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമതല്ലേ. നബിദിനത്തിന് കലാപരിപാടി നടത്തിയവരെ നമ്മുടെ കുഞ്ഞുമക്കൾ പാടുന്നത് ആൽബത്തിലെ പാട്ടാണ്. ഉസ്താദുമാര് മാർക്കിടാൻ വേണ്ടി വലിയ തലയെക്കെട്ടും തൊപ്പിയെക്കാട്ട് പോയിരുന്നിട്ട് ജസ്റ്റ് കോഡ് നമ്പർ 1 2 3 മുഹമ്മദ് കുഞ്ഞിന്റെ മകൻ സുബൈർ വരട്ടെ, അവൻ കയറി അസ്സലാമു അലൈക്കും, കാച്ചിക്കൂറിക്ക് വെച്ച പാലാണോ അവിടെ. അപ്പൊ ഉസ്താദ് വിചാരിക്കും നബിയെ കുറിച്ചാണ്, കാച്ചിക്കുറുക്കി വെച്ച പാൽ. നല്ല സാഹിത്യം. കാനനവനിയിലെ തേനാണോ? ഓഹോ അൽഹംദുലില്ലാഹ്, എന്തോ ഒരു ഈമാൻ. കാമിനി നിൻചിരിയേതാണ്? മുസ്ലിയാർ ഇങ്ങനെ ഇരിക്കുക, അല്ലാഹ് പറയൂ നിൻ കരളിൽ ഇന്നെന്താണ്? അത് കഴിഞ്ഞിട്ട് അടുത്ത കോഡ് നമ്പർ, ഉസ്താദ് എണിച്ച് ഓടാനൊന്നും പറ്റൂല. അടുത്ത കോഡ് നമ്പർ വിളിക്കും, കനകാംബരമാണോ? ഇതെന്തായാലും നബിയെ കുറിച്ച്. നീ കാമിനിയാണോ? അല്ലാഹു അക്ബർ. കാമുകിയാകാൻ സമ്മതമാണോ? ഇതാ മദ്രസയിൽ വരെ നടക്കുക. ഈ ആൽബത്തിൽ 700 രൂപയ്ക്ക് അഭിനയിക്കുന്ന പെണ്ണുണ്ടല്ലോ, 180 രൂപയ്ക്ക് 100 പേർക്ക് ശരീരം കൊടുക്കാൻ ഒരുക്കമുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ? പിന്നെ സിനിമയുടെ ലോകത്തെ കുറിച്ച് ചർച്ച ചെയ്യണോ ചെറുപ്പക്കാരാ? ഒരു സിനിമാ സംവിധായകന്റെ ഡ്രൈവറെ ഞാൻ പരിചയപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, തക്കുളങ്ങര പള്ളിയിൽ ആ സഹോദരൻ ഇങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോ വെള്ളിയാഴ്ചയായി. സംവിധായകൻ ഹിന്ദുവാണ്, ഡ്രൈവർ മുസ്ലിമാണ്. ജുമയ്ക്ക് വേണ്ടി വണ്ടി ഒതുക്കി പള്ളിക്കകത്ത് കയറി. കേട്ട് വന്ന് പരിചയപ്പെട്ട് സംസാരിച്ചു. റൂമിൽ വന്ന് ഇച്ചിരി നേരം ഒന്ന് സംസാരിച്ചപ്പോ ആ സഹോദരന്റെ നാവിൽ നിന്ന് അടർന്നു വീണത് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഒരു ചെറുപ്പക്കാരന് വ്യഭിചരിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ
അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലും രൂപത്തിലുമുള്ള ശരീരത്തെ അവന് ലഭിക്കുന്ന ലോകമാണ് സിനിമ. അതല്ലെന്ന് പറയാ നൗഷാദ് ബാഖവിയുടെ മുന്നിൽ ആരും നട്ടല് കാണിക്കണ്ട. ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ് ആ സിനിമാ നടന്മാരുടെ കുടുംബജീവിതം വായിച്ചു പഠിച്ചിട്ട് ചുറ്റുമൂലയുടെ പരിസരത്തുള്ള മുസ്ലിം ചെറുപ്പക്കാര് കുടുംബജീവിതം മെച്ചപ്പെടുത്തണ്ട. നിനക്ക് പഠിക്കാൻ എത്രയോ മനോഹരമായ ചരിത്രം പരിശുദ്ധമായ ഇസ്ലാം നിനക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മു സലമാ റളിയല്ലാഹു അൻഹ, അബൂ സലമാ റളിയല്ലാഹു അൻഹ എത്ര മനോഹരമായ കുടുംബജീവിതമാണ് ലോകത്തിന് സമർപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു തആല അൻഹ ഈ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കായംകുളത്ത് KMYF-ന്റെ പരിപാടിയിൽ വന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടതാണ്. പറഞ്ഞു കൊതി തീരാത്ത ഫാത്തിമ എന്ന് പറയുന്ന വിഷയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹദിയുടെ ചരിത്രമുണ്ടല്ലോ. പട്ടിണിയിലും പരിവട്ടത്തിലും ഈമാനിന്റെ നിറപുഞ്ചിരിയോട് സമാധാനത്തോടെ അവരെ പോലെ ജീവിച്ച ഒരു ജീവിതം നമുക്ക് വേണ്ടേ? എത്ര കൊണ്ട് കൊടുത്താലും തികയാത്ത ഭാര്യയുടെ മനസ്സ് നിറയ്ക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അതുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് കൈ ഉയർത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നു, തെറ്റിപ്പോകല്ലേ. ആദ്യം മുതൽ തന്നെ തീരുമാനിച്ചോ, എന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്. ഇത് ഇരുമ്പാണോ തുരുമ്പാണോ, ഇത് അല്ലാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് പെണ്ണ് കാണാൻ ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് ഖൈറിനെ തേടുന്ന നിസ്കാരം നടത്തിക്കോ. 2 റക്അത്ത് നിസ്കരിക്കണം. ഫർദ് നിസ്കരിക്കണോന്റെ കാര്യമാണ് പറഞ്ഞത്. അവനാണ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാനുള്ളത്. അല്ല തോന്നി കണക്ക് ജീവിച്ച് കള്ളും കുടിച്ച് പിടുത്തോടിച്ച് കിടന്ന് പെണ്ണ് കാണാൻ പോവല്ലേ മുസ്ലിയാർ പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചേ. ആ നിക്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞു. ഇബാദത്ത് ഫർദ് ഇബാദത്ത് ഇല്ലാത്തവൻ എന്താ സുന്നത്ത് ഇബാദത്ത്? ഫർദ് ഇബാദത്ത് ചെയ്തവൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകണം. അല്ലാഹുവേ, ഭദ്രകാളിയാണ് കാണാൻ പോണെങ്കിൽ വഴി വെച്ച് എന്നെ ഓടയിൽ വീണ് മരിച്ചാലും കുഴപ്പമില്ല, കല്യാണം നടത്തല്ലേ റഹ്മാനെ. സോലിഹത്താണെങ്കിൽ എൻ്റെ ഉമ്മയെയും എൻ്റെ വാപ്പയെയും കുറ്റപ്പെടുത്ത, എന്നെയും എൻ്റെ മക്കളെയും സന്തോഷമായിട്ട് പോറ്റുന്ന നല്ല ഒരു ഭാര്യയാണെങ്കിൽ, ആവാനുള്ള തൗഫീഖുള്ള പെണ്ണാണെങ്കിൽ ഇത് നടത്തണം എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് സന്തോഷമായിട്ട് പോകണം. തെരഞ്ഞെടുക്കുമ്പോഴോ, പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോഴോ ഇന്നെല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ മോഹിക്കുന്നതെന്താ? നിങ്ങളുടെ റൂമിന്റെ അകത്ത് വരുമ്പോഴേ കാണാം മെത്തയിൽ ഇങ്ങനെ കിടക്കുമ്പോ മുകളിൽ സാനിയ മിർസ, ചിലപ്പോ അത് ഇളക്കി കാണും കല്യാണം കഴിഞ്ഞുകൊണ്ട്. അരികിൽ ഒട്ടിച്ചിരിക്കുന്ന ഐശ്വര്യ റായ്, അടുത്ത ഇപ്പുറത്ത് സുസ്മിതാസൻ, പിന്നെ മൊബൈലിന്റെ ഫ്രണ്ടിലോ ചുമന്ന ചുണ്ടിന്റെ പിക്ചർ മൊബൈലിന്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന സംസ്കാര ശൂന്യതയുടെ പ്രതീകമായി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അതുപോലും നിഷിദ്ധമാണ്. മാറ്റണേ, അത് മാറ്റണേ എന്റെ പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ട. മൊബൈലിൽ നിന്ന് ഒരുപാട് അശ്ലീലങ്ങൾ മാറ്റാനുണ്ട്. ചില മൊബൈലിൽ മെസ്സേജ് വരുന്നത് എങ്ങനെയെന്ന് പറയും, മെസ്സേജ് വരുന്നതാ.